السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 315. عن أنس رضي الله عنه كان رسول الله صلى الله عليه وسلم من أحسن الناس خلقا فأرسلني يوما لحاجة فقلت والله لا أذهب وفي نفسي أن أذهب لما أمرني به نبي الله صلى الله عليه وسلم فخرجت حتى أمر على صبيان وهم يلعبون في السوق فإذا رسول الله صلى الله عليه وسلم قد قبض بقفاي من ورائي قال فنظرت إليه وهو يضحك فقال يا أنيس أذهبت حيث أمرتك قال قلت نعم أن أذهب يا رسول الله. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് എടുത്ത അനസ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു മിൻ അഹ്സനിന്നാസി ഖുലുഖൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളയാളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഫഅർസലനി യൗമൻ ലിഹാജത്തിൻ, ഒരു ദിവസം എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ അയച്ചു. ഒരാവശ്യത്തിന് വേണ്ടി എന്നോട് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു, ആവശ്യപ്പെട്ടു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു വല്ലാഹി ലാ അദ്ഹബു, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. വഫീ നഫ്സി അൻ അദ്ഹബ, എന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ പോകണമെന്നുണ്ട്, എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പോകും. ലിമാ അമറനി ബിഹി നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച സ്ഥലത്തേക്ക് പോകും എന്ന് എൻ്റെ മനസ്സിലുണ്ട്, പോകണമെന്നുമുണ്ട്. എന്നാൽ ഞാൻ നബി തങ്ങളോട് പോവില്ല എന്ന് പറഞ്ഞു. ഫഖറജ്തു ഹത്താ അമുറ അലാ സുബിയാനിൻ, അങ്ങനെ ഞാൻ പുറപ്പെട്ടു. അങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികൾ, വഹും യൽഅബൂന ഫിസ്സൂഖി, അവരവിടെ അങ്ങാടിയിൽ ചന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്തുകൂടെയാണ് ഞാൻ പോകുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ അല്പനേരം അവിടെ നിന്നു. ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖബല ബിഖഫായ മിൻ വറാഇ, എൻ്റെ പിന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് എൻ്റെ പിരടിയിൽ ചെറുതായി ഇങ്ങനെ പിടിച്ചു. ഖാല, അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഫനദർതു ഇലൈഹി വഹുവ യൽഹഖു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നബി തങ്ങളാണ്. നബി തങ്ങൾ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക, എൻ്റെ പിരടിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ഉനൈസ്, എൻ്റെ കുഞ്ഞു ഉനൈസേ, അദഹബ്ത ഹൈതു അമർത്തുക, നിന്നോട് ഞാൻ കൽപ്പിച്ച സ്ഥലത്തേക്ക് നീ പോയിട്ടുണ്ടോ, ഞാൻ പറഞ്ഞിടത്തേക്ക് പോയോ? ഖാല, നബി സല്ലല്ലാഹു അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഖുൽതു, ഞാൻ പറഞ്ഞു നഅം, അതെ, അന അദ്ഹബു യാ റസൂലല്ലാഹ്, ഞാനിതാ പോവുകയാണ് നബിയെ എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹദീസിലൂടെ അനസ് റളിയല്ലാഹു തആല എന്ന് സൂചിപ്പിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവമാണ്. തൻ്റെ സേവനം ചെയ്യുന്ന ആളുകളോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ അനുചരന്മാരോടോ അടിമകളോട് തന്നെയും ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറുപ്പിക്കുന്ന സ്വഭാവമോ വാക്കോ ഒന്നും നബി തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വളരെ ലളിതമായ വളരെ സൗമ്യമായ പെരുമാറ്റമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നത്, പെരുമാറിയിരുന്നത്. അതുകൊണ്ട് നമുക്ക് മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണെങ്കിലും വളരെ സൗജന്യമായി സേവനം ചെയ്യുന്നവരാണെങ്കിലും ആരാണെങ്കിലും അവരോടൊക്കെയും നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതാണ് നമ്മുടെ ഉന്നതിക്കും മഹത്വത്തിനുമൊക്കെ കാരണമായി തീരുക. നല്ല സ്വഭാവം കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ വില ഒരിക്കലും പോവില്ല. അതുകൊണ്ട് നമ്മുടെ മഹത്വം കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കി നാം സ്വഭാവത്തെ പുനഃക്രമീകരിക്കുക, നല്ല സ്വഭാവമാക്കി മാറ്റിയെടുക്കുക.
ജോലിക്കാണ്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോടും കൂട്ടുകാരോടും കുടുംബങ്ങളോടും എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക. അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.